ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജിതാസ് അക്കാദമിയിലേക്ക് സ്വാഗതം. കിങ്ഡം മൊനീറയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അടുത്ത ഏതാണ്? നമ്മൾ പറഞ്ഞു സൈനോ ബാക്ടീരിയ. ഏതായിരുന്നു സൈനോ ബാക്ടീരിയ? ഏതായിരുന്നു? ഓട്ടോട്രോഫിൽ വരുന്നതാണ് അല്ലേ? ഓട്ടോട്രോഫാണ്. പിന്നെയോ ഫോട്ടോസിന്തറ്റിക് ആണ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്കതങ്ങ് എഴുതാം. സൈനോ ബാക്ടീരിയ എന്താണ്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫാണ്. ഇനി പ്രധാനമായും സൈനോ ബാക്ടീരിയയ്ക്ക് നമ്മൾ പറഞ്ഞു ഒരു കോമൺ നെയിം ഉണ്ട് അല്ലേ? എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് അറിയപ്പെടും. ബ്ലൂ പിഗ്മെൻറ്റും ഗ്രീൻ പിഗ്മെൻറ്റും ഒക്കെ അതിൻ്റെ ബോഡിയിലുള്ളതുകൊണ്ടാണ് അത് ഏത് കളറിൽ കാണുന്നത്? ബ്ലൂ ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത്. അടുത്ത പോയിന്റ്, യൂണിസെല്ലുലാർ. അവർ യൂണിസെല്ലുലാർ ആകാം. പിന്നെയോ കൊളോണിയൽ ആകാം. കൊളോണിയൽ അല്ലെങ്കിലോ ഓർ ഫിലമെൻറ്റസ്. അവരൊന്നെങ്കിൽ യൂണിസെല്ലുലാർ ആയിരിക്കും അല്ലെങ്കിൽ കോളനികളായിട്ട്. കൊളോണിയൽ എന്ന് പറഞ്ഞാൽ എന്താ? കോളനികളായിട്ട്. അത് ഒരുപാട് പേര് ഒരുമിച്ചിരുന്ന് ഒരു കോളനി പോലെ അവർ ഒരുമിച്ചിങ്ങനെ ചേർന്നിരിക്കും. അപ്പോൾ നമുക്കതിനെ എന്ത് പറയാം? കൊളോണിയൽ എന്ന് പറയാം. അല്ലെങ്കിലോ ഫിലമെൻറ്റസ് ആയിരിക്കും. ഫിലമെൻറ്റ് പോലെ ഇങ്ങനെ അവർ കാണും. ഓക്കെ, ദെൻ ഫ്രഷ് വാട്ടർ. ചിലവരെന്താണ്? ഫ്രഷ് വാട്ടറിൽ ജീവിക്കും. ചിലതോ മെറൈൻ വാട്ടറിൽ കാണാം. മെറൈൻ വാട്ടർ മീൻസ് ഉപ്പുവെള്ളം, ഉപ്പിൻ്റെ അംശമുള്ള വെള്ളം, മെറൈൻ വാട്ടർ. അല്ലെങ്കിലോ ടെറസ്ട്രിയൽ. ചിലത് ടെറസ്ട്രിയൽ ഏരിയയിലും കാണാം. ഓക്കെ, ദെൻ സറൗണ്ടഡ് ബൈ എ ജലാറ്റിനസ് ഷീത്ത്. സറൗണ്ടഡ് ബൈ എ ജലാറ്റിനസ് ഷീത്ത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവർക്ക് ചുറ്റും എന്തുണ്ട്? ഒരു ജലാറ്റിനസ് ഷീത്ത്, ഒരു സ്ലൈമി ആയിട്ടുള്ള ഒരു ജലാറ്റിനസ് ഷീത്ത് അവരുടെ ചുറ്റും ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അടുത്തത് ഫോം ബ്ലൂംസ്. ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡി. വളരെ പ്രധാനപ്പെട്ട എപ്പോഴും ചോദിക്കുന്നൊരു പോയിൻ്റാണ് പൊല്യൂട്ടഡ് വാട്ടർ ബോഡി. ഇവരെന്താണ്? ബ്ലൂംസ് ഫോം ചെയ്യും. ഒരുപാട് ഫേവറബിളായ കണ്ടീഷനിൽ മാക്സിമം മൾട്ടിപ്ലൈ ചെയ്ത് ഒരു ഏരിയ മൊത്തം കീഴടക്കി ഇങ്ങനെ ജീവിക്കും, കാണാം. ഇതിനാണ് ബ്ലൂംസ് എന്ന് പറയുന്നത്. ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡി. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകമായ കോശങ്ങൾ. അതായത് ഇവരുടെ ബോഡിയിലെ ചില സെൽസിന് എന്തിനുള്ള കഴിവുണ്ട്? നൈട്രജൻ ഫിക്സേഷനുള്ള കഴിവുണ്ട്. അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള പ്രത്യേകമായ കോശങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹെറ്ററോസിസ്റ്റ് അല്ലേ? അപ്പം എന്തെഴുതാം നമുക്ക്? സ്പെഷ്യലൈസ്ഡ് സെൽസ് മെന്റ് ഫോർ നൈട്രജൻ ഫിക്സേഷൻ. ഓക്കെ ആണല്ലോ. ബാക്ടീരിയയുടെ രണ്ട് എക്സാമ്പിളാണ് നോസ്റ്റോക്കും അനബീനും. എക്സാമ്പിൾ നോസ്റ്റോക്ക് ആൻഡ് അനബീന. ഓക്കെ, ഇനി നമുക്കൊരു കൊച്ചു കാര്യം പഠിക്കാനുള്ളത് റീപ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ. ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒന്ന് ബൈ ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാക്ടീരിയ മുറിഞ്ഞ് എന്തായി മാറുന്നു? രണ്ടായിട്ട് മാറുന്നു, ബൈ ഫിഷൻ. രണ്ടാമത്തെ മാർഗം ബൈ സ്പോർസ്. അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിൽ ബാക്ടീരിയ എന്ത് ചെയ്യും? സ്പോർ ഫോം ചെയ്തിട്ട് അതിൻ്റെ അൺഫേവറബിൾ കണ്ടീഷൻ ഓവർകം ചെയ്യും. മൂന്നാമത്തത് ബൈ DNA ട്രാൻസ്ഫർ. ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് മൈക്കോപ്ലാസ്മയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് അറിയാനുള്ളൂ. പോയിൻ്റ് മാത്രം ഓർത്തിരിക്കുക. ഒന്നാമത്തെ പോയിൻ്റ് സ്മോളസ്റ്റ് ലിവിങ് സെൽ. കണ്ടിട്ടുള്ളതിൽ അല്ലെങ്കിൽ അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവകോശമാണെന്ന് മൈക്കോപ്ലാസ്മ. രണ്ടാമത്തത് സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ.
രണ്ടാമത്തത് സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നവയാണ് മൈക്കോപ്ലാസ്മ. പിന്നത്തെ ഒരു പോയിന്റ് ലാക്ക് സെൽ വോൾ. അവർക്ക് എന്തില്ല? സെൽ വോള് ഇല്ല. ഒരു പോയിന്റ് കൂടെ പാത്തോജനിക്. മോസ്റ്റ് ഓഫ് ദം ആർ പാത്തോജനിക്. പലതരത്തിലുള്ള രോഗങ്ങൾ വരുത്തുന്നവരാണ് മൈക്കോപ്ലാസ്മ. ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ച് പഠിച്ചാൽ തീർച്ചയായും ഈ ഭാഗത്തു നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടി, നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതോടെ പറയാനുണ്ട്. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാലോ. മൊനീറ ബാക്ടീരിയ ആണ് അല്ലേ? ഏറ്റവും പ്രധാനമായിട്ട് മൊനീറ എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ. എല്ലാ ഭാഗത്തും കാണാം. എക്സ്ട്രീം ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. ചിലത് പാരസൈറ്റ്സ് ആണ്. ഷേപ്പിനനുസരിച്ച് 4 തരമുണ്ട്. എന്താണ്? കോക്കൈ സ്പിയർ ഷേപ്പ്ഡ്, സ്പെറിക്കൽ ഷേപ്പ്ഡ്. ബാസില്ല എന്താണ്? റോഡ് ഷേപ്പ്ഡ്, സ്പൈറൽ ഷേപ്പ്ഡ് സ്പൈറില്ലം, കോമ ഷേപ്പ്ഡ് വിബ്രിയോ. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആർക്കേ ബാക്ടീരിയ, യു ബാക്ടീരിയ. ആർക്കേ മീൻസ് ആൻഷ്യൻ ബാക്ടീരിയ, ഹാർഷ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നു. പിന്നെ സെൽ വോൾ പോളിസാക്കറൈഡും പ്രോട്ടീനുമാണ്. യു ബാക്ടീരിയ ട്രൂ ബാക്ടീരിയ എന്നറിയപ്പെടുന്നു. എല്ലാ ഭാഗത്തും കാണും. നല്ലൊരു റിജിഡ് ആയിട്ടുള്ളൊരു സെൽ വോൾ ഉണ്ട്, മെയ്ഡപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൻ. ദെൻ ആർക്കേ ബാക്ടീരിയ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹാലോഫൈൽസ്, തെർമോസിഡോഫൈൽസ്, മെത്തനോജൻസ്. ഹാലോഫൈൽസ് സാൾട്ട് ലിവിംഗ് ആണ്. തെർമോസിഡോഫൈൽസ് ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്നു. മെത്തനോജൻസ് മീഥേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. മാർഷി ഏരിയാസിൽ കാണിക്കുന്നു. മാർഷി ഏരിയാസിൽ ജീവിക്കുന്നു. അലിമെൻ്ററി റൂമിനൻ്റ് ആനിമൽസിൻ്റെ ഗട്ടിൽ കാണപ്പെടുന്നു. ഓക്കെ. ദെൻ യു ബാക്ടീരിയ 2 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഓട്ടോട്രോഫ്സും ഹെറ്ററോട്രോഫ്സും. ഓട്ടോട്രോഫ്സ് സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കുന്നു. ഹെറ്ററോട്രോഫ്സ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ഓട്ടോട്രോഫ്സ് ഒന്നെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആയിരിക്കും, ലൈറ്റ് എനർജി ഉപയോഗിക്കും. അല്ലെങ്കിൽ കീമോസിന്തറ്റിക് ഓട്ടോട്രോഫ്സ് ആയിരിക്കും, കെമിക്കൽ എനർജി ഉപയോഗിക്കും. ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫ്സിന് എക്സാമ്പിൾ സൈനോ ബാക്ടീരിയ ആണ്. മറ്റത് നൈട്രോഫൈൻ ബാക്ടീരിയ, നൈട്രോസോമോണാസ്, നൈട്രോകോക്കസ്. എക്സാമ്പിൾ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ദെൻ അനബീന നോസ്റ്റോക്ക് എന്തായാലും നിങ്ങൾ ഓർക്കണം കേട്ടോ. ദെൻ ഹെറ്ററോട്രോഫ്സിൻ്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബാക്ടീരിയകളാണ്. ഡീകമ്പോസേഴ്സ് ആണ്. മിൽക്ക് നിന്ന് കേട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ആൻറ്റിബയോട്ടിക്സിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. നൈട്രം ഫിക്സേഷനെ സഹായിക്കുന്നു. കുറേ പേര് പാത്തോജനിക്കാണ്. ടൈഫോയിഡും കോളറയും ടെട്രൻസും സിട്രസ് കാങ്കറിനും ഒക്കെ കാരണം എന്താണ്? ഈ ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. ഇനി സൈനോ ബാക്ടീരിയയുടെ പ്രത്യേകത എന്താ? ഫോട്ടോസിന്തറ്റിക് ആണ്, ഓട്ടോട്രോഫാണ്, ബ്ലൂ-ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടും. യൂണിസെല്ലുലാറോ കൊളോണിയലോ ഫിലമെൻറ്റോ ആയി കാണപ്പെടും. ഫ്രഷ് വാട്ടറിലോ മെറൈനിലോ ടെറസ്ട്രിയൽ ഏരിയയിലോ കാണാം. ഒരു ജലാറ്റിനസ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ദെൻ ബ്ലൂംസ് ഫോം ചെയ്യും. പിന്നെയോ ഹെറ്ററോസിസ്റ്റ്. എക്സാമ്പിൾ ഏതാ? നോസ്റ്റോക്കാൻ, അനബീന. അടുത്ത മൈക്കോപ്ലാസ്മ എന്താണ്? അറിയപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ ജീവകോശമാണ്. ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കാൻ പറ്റും. സെൽ വോളില്ല, പാത്തോജനിക്കാണ്. എങ്ങനെയാണ് ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? 3 മെത്തേഡ്: ഫിഷന്, സ്പോറ്, പിന്നെയോ DNA ട്രാൻസ്ഫർ. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ. നോക്ക്. രാജു ഡിസൈഡഡ് ടു കൺസ്ട്രക്ട് എ ബയോഗ്യാസ് പ്ലാന്റ് ഇൻ ഹിസ് ഹോം. നെയിം ദി ബാക്ടീരിയ യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്സ്. രാജുവിന് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മിക്കാൻ വേണ്ടി ഏത് ബാക്ടീരിയയാണ് ഉപയോഗപ്പെടുത്തുക? നമുക്കറിയാം ഏത് ബാക്ടീരിയ? ബയോഗ്യാസ്, മീഥേൻ. ഏതാണ്? മെത്തനോജൻസ്. ഇനി വേർ ദേ ആർ കോമൺലി സീൻ. മെത്തനോജൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? എവിടെയാണ്? മാർഷി ഏരിയയിൽ കാണും. മാർഷി ഏരിയാസ്. പിന്നെ എവിടെയാണെന്ന് നമ്മൾ പഠിച്ചേ? ഗട്ട് ഓഫ് റൂമിനൻറ്റ് ആനിമൽസ്. അടുത്ത നോക്ക്. റൈറ്റ് എനി 2 യൂസസ് ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയുടെ ഏതെങ്കിലും 2 യൂസസ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. നമുക്ക് എന്തെഴുതാം? ആൻറ്റിബയോട്ടിക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആരെ ഉപയോഗിക്കുക? ബാക്ടീരിയകളെ ഉപയോഗിക്കുക, സഹായിക്കുന്നു. പിന്നെയോ കേർഡ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്നും കേട് നിർമ്മിക്കാൻ എന്ത് സഹായിക്കുന്നു? ബാക്ടീരിയ സഹായിക്കുന്നു. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇത് തന്നെ വേണമെന്നില്ല. നെക്സ്റ്റ്. ആർക്കേ ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ആർക്കേ ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സിൽ ജീവിക്കുന്ന ആർക്കേ ബാക്ടീരിയ എന്താണ് പറയുന്നത്? തെർമോ അസിഡോ. തെർമോ മീൻസ് ഹോട്ട്. തെർമോ അസിഡോഫൈൽസ്. നെക്സ്റ്റ്. വിച്ച് എമംഗ് ദി ഫോളോയിങ് പ്രൊഡ്യൂസ് ബയോഗ്യാസ് ഫ്രം ദി ഡങ് ഓഫ് റൂമിനൻ്റ് ആനിമൽസ്. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ. ഡങ് ഓഫ് റൂമിനൻ്റ് ആനിമൽസ്. ഏതാണ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഡങ്ങിൽ നിന്ന്. ആരാ? നമുക്കറിയാം. ആരാണ്? മെത്തനോജൻസ്.
നെക്സ്റ്റ് ഡാഷ് ആർ ദി സ്മോളസ്റ്റ് ലിവിങ് സെൽ. സ്മോളസ്റ്റ് ലിവിങ് സെൽ ഏതായിരുന്നു? മൈക്കോപ്ലാസ്മ. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ആപ്ലിക്കബിൾ ടു സയനോബാക്ടീരിയ. സയനോബാക്ടീരിയയ്ക്ക് ആപ്ലിക്കബിളായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്. ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് ആണോ? അല്ല. ഇമ്പോർട്ടൻറ്റ് ഡീകമ്പോസേഴ്സ് അല്ല, അത് ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. പ്രസൻസ് ഓഫ് പ്രോമിനൻറ്റ് ന്യൂക്ലിയസ് അല്ല. ദെൻ കംപ്ലീറ്റ്ലി ലാക്ക് ഓഫ് സെൽ വോൾ. സെൽ വോൾ ഇല്ല, അതുമല്ല. പിന്നെ ഏതാണ്? ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡി. സയനോബാക്ടീരിയയുടെ പ്രത്യേകതയാണ് ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡി. അടുത്തത് തെർമോ അസിഡോഫൈൽസ്. തെർമോ അസിഡോഫൈൽസ് എന്താണ്? എക്സ്ട്രീം ഹീറ്റ്. തെർമോ അസിഡോഫൈൽസ് എക്സ്ട്രീം ഹീറ്റിൽ കാണപ്പെടുന്നു. അങ്ങനെയാണ് ഹാലോഫൈൽസ് എവിടെ കാണപ്പെടുന്നത്? സോൾട്ടി ഏരിയയിൽ. നമ്മൾ പഠിച്ച സോൾട്ടി ഏരിയ. ദെൻ ബാസില്ലസ് റോഡ് ഷേപ്പ്ഡ് ആണ്. കോക്കസ് ഏതാണ്? സ്പെറിക്കൽ ഷേപ്പ്ഡ് ആണ്. സ്പെറിക്കൽ ഷേപ്പ്ഡ്. നെക്സ്റ്റ് ഇൻ അനബീന സ്പെഷ്യലൈസ്ഡ് സെൽസ് കോൾഡ് ഡാഷ് ഹെൽപ്സ് ഇൻ നൈട്രജൻ ഫിക്സേഷൻ. അനബീനയിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന പ്രത്യേകതരമായ കോശം ഏതാണ്? സെൽസ് ഏതാണ്? ഹെറ്ററോസിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോവുക. എന്തായാലും എല്ലാ മാർക്കിനും എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക.